பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. விழில் விழும் தூசி தன்னை நவல் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ இங்கே இல்லை. நான் இங்கே நீயும் அங்கே இந்த തനിമയിൽ നിമിഷം. ഓ എൻ്റെ കർത്താവേ, മനുഷ്യൻ മനസ്സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നീ കണ്ണടച്ച അപ്പ അവളുടെ മുഖം എൻ്റെ മനസ്സിൽ വരുന്നേ. എന്തോന്നാ കർത്താവേ നീ എൻ്റെ അടുത്ത് കാണിക്കുന്നേ? മനുഷ്യൻ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാവോ? നാശം. എന്നാലും എൻ്റെ കർത്താവേ, എന്നാത്തിനായിരിക്കും അവൾ കരഞ്ഞത്? കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ആ ഫോൺ വന്നപ്പോൾ മുതൽ അവൾ ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ടിരിക്കുക. ആരായിരിക്കും വിളിച്ച്? എൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ. അടിപൊളി, സബാഷ്. ഈശ്വര, പെട്ട് കർത്താവേ, ഇവിടുന്ന് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചാ. തക്കാലം ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും മറന്നേക്കാം, പിന്നെ പതുക്കനെ പുറത്തിറങ്ങാം. ഇതിപ്പോ ആരാ വിളിക്കുന്നേ? കൃതി? ഇവക്കെന്താ പറ്റിയേ? എന്താ ഫോൺ എടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കരയുവാണോ? ഹലോ മോളെ കൃതി? ഹലോ ചേച്ചി, എന്താടാ നീ കരയുവാണോ മോളെ? എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനി അയാള്? ചേച്ചി, നിങ്ങൾ എവിടാ ചേച്ചി? വയ്യാത്ത അച്ഛനെ കൊണ്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങോട്ടേക്കാ പോയേ? ആരോടും ഒന്നും പറയാതെ. പിന്നെ അയാൾ വന്നായിരുന്നു ഇവിടെ, ജയിലിൽ നിന്ന് ഇറങ്ങി ആദ്യം വന്നത് ചേച്ചി ഇത്രയ്ക്ക് ഇവിടെ. അമ്മേനെ കുറേ ഉപദ്രവിച്ചു. എനിക്കറിയാളാ അയാൾ എന്തായാലും എന്നെ ഇത്രയ്ക്ക് അവിടെ വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒന്നും പറയാതെ അച്ഛനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. എത്ര നാൾ ഒളിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. ഇങ്ങനെ കരയാതെ ചേച്ചി. അയാളൊന്നും ചെയ്യില്ല. അയാൾ വന്നിട്ട് പോയെന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ടെ മോളെ, നീ പറ, സുജമ്മ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു. ഇപ്പം സുജമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് എന്താ ചേച്ചി, എത്ര കിട്ടിയാലും അയാളോട് അമ്മയ്ക്ക് കൂറ്. അമ്മയ്ക്ക് എന്ത് ചെയ്തിട്ടായാലും ചേച്ചി അച്ഛനെ ദ്രോഹിക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ ചേച്ചി. അത് എന്നെക്കാളും നല്ലപോലെ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ എന്നിട്ട് അമ്മയുടെ സുഖവിവരം അന്വേഷിക്കുന്ന ചേച്ചി? മോളെ, അത് നിൻ്റെ അമ്മയല്ലേടി. എത്രയ്ക്കായാലും എന്തെത്രയ്ക്കായാലും ചേച്ചി ഒരിക്കലും പഠിക്കത്തില്ലേ? ഒരിക്കലും ചേച്ചി പഠിക്കാൻ പോകുന്നുമില്ല. ചേച്ചി, നമ്മുടെ അച്ഛൻ എന്തേ? അച്ഛന് സുഖമായിട്ടിരിക്കുകയാണോ? നിങ്ങൾ എവിടാന്നെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറ ചേച്ചി, എനിക്കൊരു സമാധാനമില്ല. മോളെ, നീ പേടിക്കണ്ടടാ, അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സേഫായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ അച്ഛൻ ഇപ്പം എൻ്റെ കൂടെയല്ല, അച്ഛനെ ഞാൻ വേറൊരിടത്താക്കിയേക്കുക. കൃഷ്ണേച്ചി, ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ രണ്ടിടത്താണോ? അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ചേച്ചി എന്തോ ഈ പറയുന്നേ? മോളെ, നീ ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് കേൾക്ക്. അച്ഛനും ചേച്ചിക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ഞങ്ങളിപ്പോൾ എവിടാണെന്നും നിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലടാ ഞാൻ. സമയം കിട്ടുമ്പോൾ അവസരം വരുമ്പോൾ ഞാൻ തന്നെ മോളെ വിളിച്ച് പറയുന്നുണ്ട് എവിടാണെന്നും എന്തുവാണെന്നും. അതുവരെ മോള് കുറച്ച് നാളത്തേക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക. ചേച്ചി എന്തായാലും വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫോൺ വെക്കുക മോളെ. ചേച്ചി പറഞ്ഞില്ലേലും വേണ്ടിയില്ല ചേച്ചി, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. സൂക്ഷിക്കണേ ചേച്ചി, അച്ഛനെ നോക്കിക്കൊള്ളണേ. നീയും സൂക്ഷിക്കണേ മോളെ. ശരിയെങ്കിൽ ചേച്ചി പിന്നെ വിളിക്കാം. तुम्हारे बिन दीवाने का क्या हाल है?
എന്തോ ആടാ ചേട്ടാ നിനക്ക് ഇങ്ങനെ വന്നോ ഡോർ തുറക്കുന്നേ? മനുഷ്യ പേടിച്ചു പോയല്ലേ. പക്ഷേ എന്തോന്നടേ ഇത്, ഒരു ഡോറ് തുറന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് നീ പേടിച്ചു പോയെന്നോ? ഇക്കണക്കിന് പോയാ നീ ഒന്നുമില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ നിന്നെ പേടിപ്പിക്കാനൊന്നും വന്നേയില്ല. അമ്മ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നെ വിളിക്കാം. വാ അങ്ങോട്ട് എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വാ, താഴോട്ട്. അവിടെ എല്ലാവരും ഉണ്ട്. വാ, ഞാൻ വന്നോളാം. ചേട്ടൻ പോയിക്കോ, ഞാൻ ഫ്രഷ് ആയിട്ട് അങ്ങ് വരാം. ഓ ഞാൻ പോവാ, നീ ഫ്രഷ് ആയിട്ട് അങ്ങ് വന്നാൽ മതി. ഇനി അമ്മയെ രണ്ടാമത് ഇങ്ങോട്ട് വരുത്തിക്കരുത്. അറിയാമല്ലേ അമ്മയുടെ സ്വഭാവം മാറി അമ്മ ഭദ്രകാളിയാവും, ഭദ്രകാളി. ഫ്രഷായി അങ്ങ് വന്നേരെ, ഞങ്ങൾ താഴെ കാണും. നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വിച്ചു, മിത്ത് എന്തിയടാ? അവനെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ പോയിട്ട് അവൻ ഉണന്നില്ലേ? മമ്മിയുടെ പുന്നാര മിത്തുമോൻ ദോ വരുന്നു. സീതമ്മോ, ഫുഡ്. എടാ ചെറുക്ക, കൂടുതൽ ഇന്ന് കുറുകാതെ ഇങ്ങോട്ട് വന്ന് വല്ലതും കഴിക്കാൻ നോക്കേ. കുറേ നേരം കൊണ്ട് എടുത്ത് വെച്ച് കാത്തിരിക്കും എല്ലാവരും. എടാ തെണ്ടി, നീ കാരണം ബാക്കിയുള്ളൊരു വിശന്ന് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ? നീ ഇത്ര നേരം അതിനകത്ത് എന്തെടുക്കുമായിരുന്നു? ഫ്രഷ് ആയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് കയറിയാണല്ലേ. ബാത്റൂമിൽ ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു? നീ ബാത്റൂമിൽ വെള്ളം വല്ലതും ഉണ്ടാക്കുമായിരുന്നു? അറിയാൻ പറ്റത്തില്ലളിയാ, ചിലപ്പോൾ ഇനി വല്ല വെള്ളവും ഉണ്ടായിക്കൊണ്ടിരുന്നാണെങ്കിലോ, അതായിരിക്കും ലേറ്റായ. ഓ പെങ്ങടെ ഭർത്താവായി പോയി, അല്ലെങ്കിൽ ഞാൻ എന്നെ എടുത്ത് കടലിൽ എറിഞ്ഞേനെ. അവളെ വിധവയായി കാണാൻ വയ്യാത്തോണ്ടാ. അത് കൊള്ളാം. അതിന് ഞാനെന്താ പറഞ്ഞടാ? നീ ഇങ്ങനെ കിടന്ന് തുള്ളാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഓരോന്ന് ആവശ്യമില്ലാത്ത ഡേർട്ടി മൈൻഡിൽ ചിന്തിച്ചു കൂട്ടിയതല്ലേ. ഓ രണ്ടും ഒന്ന് നിർത്തുവോ? ഈ വല്ലം കഴിക്കുന്നിടത്തെങ്കിലും ഇത്തിരി സമാധാനം എന്താ? എപ്പം നോക്കിയാലും കീരിയും പാമ്പും പോലെ രണ്ടെണ്ണം അളിയന്മാരാ പോലെ അളിയന്മാർ. എന്തുവാടെ അവിടെ മൂന്നെണ്ണവും കിടന്ന് പിള്ളേരുടെ കണക്ക് കിടന്ന് അടി കൂടുന്നേ? മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട് എണീറ്റ് പോകാൻ നോക്കും പിള്ളേരെ. അല്ലളിയാ, പൊന്നു അവിടെ പോയി? അവളെ കണ്ടില്ലല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? സാധാരണ ഈ സമയത്ത് ഈ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ അവളായിരിക്കുമല്ലോ ഫസ്റ്റിൽ കാണുന്നത്. അതാ ചോദിച്ച്. എൻ്റെ പൊന്നു മിത്തെ, നിങ്ങളുടെ പെങ്ങൾ ഇന്നലെ എന്നെ ഒരുപോലെ കണ്ണടക്കാൻ അനുവദിച്ചിട്ടില്ല. രാത്രി മൊത്തവും പറച്ചില്ലായിരുന്നു. ഇന്ന് രാവിലെ പപ്പയുടെ നീളച്ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം, ജീനയുടെ ഫ്രണ്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നീളച്ചേച്ചിയെയും പപ്പയും എല്ലാം നല്ലപോലെ ഒന്ന് പരിചയപ്പെടുത്തണം, അവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകണം. ഓ എന്തൊക്കെയായിരുന്നു. എടാ അതൊരു പാവം കൊച്ചാന്നാ പൊന്നു പറഞ്ഞ്. ജീന പറഞ്ഞു വെച്ച് കേട്ടപ്പോഴേ മനസ്സിലായിരുന്നു അതൊരു പാവമായിരിക്കുമെന്ന്. ആരോടും അധികം സംസാരിക്കത്തില്ല, എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. എന്തോ ഒരു വിഷമം കണക്കാ അവളെ കാണുമ്പോഴെന്നാ പൊന്നു വന്നപ്പം പറഞ്ഞേ. വീട്ടിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അത് ശരിയാ, പൊന്നു അങ്ങനെ ഒത്തോണം ആരോടും അടുക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ എന്താണെന്നറിയത്തില്ല, ജീനയെടുത്തും ഇപ്പം ജീനയുടെ കൂട്ടുകാരി കൃഷ്ണയെടുത്തും നല്ല കാര്യമാണ് പൊന്നുവിനെ. കൃഷ്ണയെ കാണാനും നല്ല ഭംഗിയാന്നാ പറഞ്ഞേ, ഒരു മാലാഖയെ പോലാണെന്നാ അവള് പറഞ്ഞേ. ശരിയാന്നേ, അവളുടെ കണ്ണുകൾ കാണാനാ കൂടുതൽ ഭംഗി. എന്തോന്നടാ, എന്തോന്ന്? അതൊന്നുമില്ല, ഞാൻ വേറെന്തോണ്ട് ആലോചിച്ചിട്ട് പറഞ്ഞതാ. അതൊന്നുമില്ല, ഞാൻ വേറെന്തോ പറഞ്ഞതാ. വിശ്വസിച്ച്. ഡോക്ടർ? ഹാ സിസ്റ്റർ, അകത്തേക്ക് വാ. ഡോക്ടർ, പേഷ്യൻ്റ് മഹാദേവി ഈസ് നോട്ട് റെഡി ടു ടേക്ക് ദ മെഡിസിൻ. എന്നത്തെയും പോലെ ഇന്നും വാശി കാണിച്ചിരിക്കുക ഡോക്ടറെ. ഓ ഈ മഹിയേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും സിസ്റ്റർ, അങ്ങോട്ട് ചെല്ലും, ഞാൻ എന്താ വരുന്നത്. ഇന്ന് രാവിലെ കൃഷ്ണമോള് വിളിച്ചായിരുന്നല്ലേ, പിന്നെന്താ മരുന്ന് കഴിക്കാൻ വാശി കാണിച്ചിരിക്കുന്നത്? സാധാരണ കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നും പറഞ്ഞിട്ടല്ലേ വാശി കാണിക്കുന്നത്. എന്തായാലും വാ പോയി നോക്കാം. എന്തുവാ മഹീദ്, നീ എന്താ മരുന്ന് കഴിക്കാതെ വാശി കാണിക്കുന്നേ? നിനക്ക് എത്രയും പെട്ടെന്ന് മരുന്ന് കഴിച്ച അസുഖം മാറി കൃഷ്ണയുടെ കൂടെ പോകണ്ടേ? നീ എന്താ ഇതൊരുമാതിരി കൊച്ചു പിള്ളേരാണ് കാണിക്കുന്നത്? കുഞ്ഞ് എത്ര വിഷമിക്കുന്നുണ്ടായിരിക്കും എന്നറിയാമോ നിനക്ക്? എനിക്ക് ആരോടും ഒരു വാശിയില്ല, എന്നോട് മാത്രം എനിക്ക് വാശി. ഞാനില്ലാതായി കഴിഞ്ഞാൽ എൻ്റെ മോളെങ്കിലും രക്ഷപ്പെടൂടാ. അവൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടേടാ. എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ലേ ആ സിദ്ധാർത്ഥന്റെ മോളെ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്തേലും ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് തീർത്തു തരാം. ഞാൻ നിങ്ങളെ കാല് പിടിക്കാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ഇതുവരെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ ജീവിതം മൊത്തം അവൾ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്.
ഇനിയെങ്കിലും ഞാൻ അവൾക്ക് ബാധ്യതയും ഭാരമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് വേണ്ടി എന്തേലും ഒന്ന് ചെയ്തതാണ്. നിങ്ങൾ എന്തൊക്കെയാ മയ്യേട്ടായി വിളിച്ച് പറയുന്നത്? സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തയ്യാറായവളാ നിങ്ങളുടെ മോള് കൃഷ്ണ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഇല്ലാതാവും, നിങ്ങളെ കൊല്ലുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേർക്ക് സിദ്ധാർത്ഥൻ്റെ മുമ്പിൽ എല്ലാ രീതിയിലും അടിയറവ് പറയാൻ തയ്യാറായവളാ നിങ്ങളുടെ മോള്. ഇപ്പോഴും ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അവൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പൊന്നുപോലെ നോക്കി തിരിച്ച് അവളുടെ പഴയ അച്ഛനായിട്ട് കൊടുത്തേക്കാന്ന് വാക്ക് പറഞ്ഞതിൻ്റെ പുറത്ത് അവൾ ജീനയുടെ കൂടെ സമാധാനമായിട്ട് പുറത്തു പോയേക്കുന്നത്. ആ കുഞ്ഞിനോട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെന്താ ഈ പറയുന്നത് ഇവിടെ കിടന്നുകൊണ്ട്? ഡാ മഹി, ഞാൻ അവള് നിന്റെ മോളായിട്ടല്ല കണ്ടേക്കുന്നത്, എൻ്റെ ജീനെ പോലെ എൻ്റെ മോളായിട്ടാണ് കണ്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃഷ്ണയുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അവളുടെ പഴയ അച്ഛനെ തിരിച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ അവൾക്ക് വാക്ക് കൊടുത്തതാ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് മരുന്ന് കഴിക്കാൻ നോക്ക്. കൃഷ്ണ, ഒന്നും മറക്കാതെ ഇപ്പം അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചില്ലേ നമ്മൾ? ആടാ, ഇപ്പം എന്തായാലും ഒരുവിധം അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പതുക്കനെ കൊണ്ട് മേടിക്കാം. എടാ, എങ്കിൽ ഇറങ്ങാം നമുക്ക്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. നിനക്കിന്ന് നൈറ്റല്ലേ കൃഷ്ണ? ഹോസ്പിറ്റലിൽ പോകണ്ടേ? നീള ചേച്ചി ഇന്ന് നൈറ്റാ. ബാ, എങ്കിൽ നമുക്ക് പോവാം. നൈറ്റാടാ. ശരി, എങ്കിൽ ബാ നമുക്ക് ഇറങ്ങാം. ഓ സോറി ബ്രദർ, ഐ ആം റിയലി സോറി. നിക്കടി അവിടെ തട്ടിയിട്ടേച്ച് നീ ഒന്നും പറയാതെ എങ്ങോട്ടായി ഓടുന്നേ?